ഇൻസ്റ്റയിൽ റീൽസും കണ്ട് തൃശ്ശൂർ പോയി ഇറങ്ങിയതാണ് ഞങ്ങൾ. ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ട്രെയിനിൽ കയറാത്ത ഒരാളുണ്ട്. ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് കിട്ടില്ലേ എന്നുള്ളൊരു പേടിയിലാണ് പോയത്. ബാക്കി തന്നെ ടിക്കറ്റ് കിട്ടി. കൂട്ടത്തിൽ മൂത്തത് ഞാനായാലും ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഇതേ അവരാണ് കേട്ടോ. വിൻഡോ സീറ്റിന് വേണ്ടിയിട്ടുള്ള അടിയാണ് നിങ്ങൾ കാണുന്നത്. അമ്മയായി പോയില്ലേ, ഒടുക്കം അവളെ അവിടെ ഇരുത്തിയൊരു സമാധാനം കിട്ടി. അപ്പോഴേക്കും അവർക്ക് മുകളിൽ കയറണം. ഇത് രണ്ടാളിനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരം ഒതുങ്ങിയിരിക്കുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രെയിനിന് ആദ്യമായിട്ട് കയറുന്നത് ദേവളാണത്. സീറ്റിന് അടി ഉണ്ടാക്കിയിട്ട് എടുക്കാം. ആരും സീറ്റിലില്ലാത്ത അവസ്ഥയായി. എല്ലാവരും അവിടെ ഡോറിൻ്റെ അടുത്തേക്ക് എന്തോ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി. ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടപ്പോൾ എൻ്റെ മോള് പറഞ്ഞത് നമ്മൾ ഇന്ത്യയിലെത്തിയെന്നാണ്. പിന്നെ അങ്ങോട്ട് ഞങ്ങളൊരു 1.5 നടന്നു. ഞങ്ങൾക്ക് ട്രെയിനിൽ വെച്ചിട്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കുഴിമന്തി കഴിക്കാനുള്ള ആഗ്രഹവുമായി തൃശ്ശൂർ റൗണ്ട് കറങ്ങുന്ന ഞങ്ങളെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കി. മാപ്പിലെ സ്ഥലത്ത് എത്തണമെങ്കിൽ പിന്നെയും ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങളുണ്ടായിരുന്നത്. നമ്മൾ തൃശ്ശൂർക്ക് വന്നത് എന്തിനാണെന്നറിയോ? ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ്സ് കുറച്ച് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ട് കെട്ടുമ്പറിക്ക് വന്നതാണ് നമ്മൾ. അങ്ങനെ ചായയും ബിസ്ക്കറ്റെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളും കുറച്ച് കാണാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അത്യാവശ്യം ഞങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. പിന്നെ തിരിച്ച് നടക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടും ഞങ്ങൾ അവിടെ തന്നെ ചുറ്റിക്കറങ്ങി ലൈറ്റെല്ലാം കണ്ട് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു. വളരെ കുറച്ച് ഞങ്ങൾ കണ്ടുള്ളൂ എങ്കിലും കണ്ടതെല്ലാം സൂപ്പറായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോയും എല്ലാം എടുത്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഒടുക്കം ഞങ്ങൾ ഒരു മന്തിക്കട കണ്ടുപിടിച്ച് ഗൈസ്. അറേബ്യൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോൾ ഇതേവിടെ പാത്രം കാലി തുടങ്ങി. അപ്പോൾ ശരി ഞാനും കഴിക്കട്ടെ. മന്തി കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ ഒരു ഐസ്ക്രീം കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഈ മനുഷ്യർക്ക് കുരങ്ങന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞത് ചെയ്യാനുള്ളത്. ഇതേ പോണൊരുത്താൻ അതിൻ്റെ പിന്നാലെ അടുത്ത ആൾ പോകണം, അതിൻ്റെ പിന്നാലെ അടുത്ത ആൾ പോകണം. എന്താ അല്ലേ. ട്രെയിൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ നെട്ടിലോട്ടമാണ് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോ ഞങ്ങൾ ഓടി ഗൈസ്. ഒരു കാര്യം ഉണ്ടായില്ല എന്ന് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളൊരു 3/4 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു കാര്യം ഉണ്ടായില്ലേ, വെറുതെ ഓടിയെന്ന്. അങ്ങനെ കുറേ നേരം ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നോക്കിയെന്ന് ഒടുക്കം നമ്മുടെ ട്രെയിനും വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. നമ്മളെ പിക്ക് ചെയ്യാൻ അടുത്ത ആൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.